ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുകയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന കൊച്ചിയിലെ ഒരു പ്രദേശമാണ് തൃക്കാക്കര. ഈ തൃക്കാക്കരയിൽ മാലിന്യ സംസ്കരണ പരിപാടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഈ കളക്ട്രേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ 1999 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മാറ്റാതെ കൊണ്ട് ഇപ്പോഴും അവിടെ തന്നെ തുടരാനായിട്ട് രണ്ടു കൂട്ടരും LDFും UDFും ആയിട്ട് യാതൊരു മാറ്റവും തൃക്കാക്കരയിലെ ജനങ്ങൾക്കില്ല. രണ്ടു കൂട്ടരും ഭരിച്ച് ഇത് മുച്ചൂടും നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയതിൽ അവകാശവാദങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അവിടെ തൃക്കാക്കര മണ്ഡലം, ഇതിനു മുമ്പ് തൃപ്പൂണിത്തുറ മണ്ഡലം, അവിടെ മുഴുവൻ K ബാബു ആയിരുന്നു 10-25 കൊല്ലം MLA. അത് കഴിഞ്ഞ് ഇവിടെ ബെന്നി ബെഹനാൻ കോൺഗ്രസ് MLA, അത് കഴിഞ്ഞ് PT തോമസ് MLA, അത് കഴിഞ്ഞ് ഉമാ തോമസ്. കോൺഗ്രസ് മാത്രമേ നിയമസഭാ മണ്ഡലം എന്ന രൂപത്തിൽ ഭരിച്ചിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലമായി ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയത് കോൺഗ്രസാ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. മാലിന്യ സംസ്കരണം ഭരിച്ചവരാദ്യം പറയട്ടെ, അത് കഴിഞ്ഞ് പറയാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭ അതിന് പ്രത്യേകം ഒരു പ്ലാന്റിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ട് തന്നെയുണ്ട്. പക്ഷെ കോടതിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കേസുമായി പോവുകയും അവർ നടത്തിയ ഒരു കേസ് നിലവിൽ നിൽക്കുകയാണ്. അത് പരിഹാരം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവിടെ പുതിയൊരു മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് പരിഹരിക്കാൻ പറ്റാത്തത്. അല്ലല്ല, ഇവിടത്തെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി ബ്രഹ്മപുരത്ത് ആരും കാണാത്ത തട്ടലായിരുന്നു ഇവിടുത്തെ ഈ നഗരസഭയുടെ പരിപാടി. ഇപ്പൊ ബ്രഹ്മപുരത്തിന്റെ വിഷയം കത്തലും വന്നപ്പോ കൊച്ചിയുടെ മാലിന്യം മാത്രമേ അവിടെ പറ്റൂ. കൊച്ചി നഗരസഭ പണം കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കോടതിയും ഗവൺമെന്റും കളക്ടറും എല്ലാം നടത്തിയപ്പോൾ ഇവിടുത്തെ മാലിന്യം എവിടെ കൊണ്ടുപോയി സംസ്കരിക്കണമെന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതിയിലേക്ക് ഈ നഗരസഭ പോയി. പലതും കള്ള ബില്ലും 12 വിജിലൻസ് കേസും കേസുകളുടെ മേൽ കേസും ഓണത്തിന് നഗരസഭയിലെ അംഗങ്ങൾക്ക് വരെ അഴിമതി പണം കൊടുത്തതിന്റെ കേസും ഒക്കെയായി ഇവിടെ അഴിമതിയുടെ കേന്ദ്രമായിട്ട് കോൺഗ്രസ് മാറ്റി. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാലിന്യ പ്രശ്നം മുഴുവൻ കേന്ദ്ര പദ്ധതി കൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഒരു അവകാശവാദം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ നടക്കാത്തത്? ഇവിടെ നടക്കാത്തത് അഴിമതിയുള്ളതുകൊണ്ട് തന്നെ. കാരണം കേന്ദ്രം പൈസ കൊടുത്താലും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് അതാത് കൗൺസിലാണ്. ഈ കൗൺസിൽ ഒന്നും BJP ഭരിച്ചിട്ടില്ല. അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആളുകൾ മാറി തുടങ്ങി, അവർക്ക് വികസനം എന്തെന്ന് അവർ അറിഞ്ഞു തുടങ്ങി. ഇന്ന് മാധു നോക്കുമ്പോൾ കേരളത്തിലൊട്ടാകെ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന BJP ആണ്. BJPയിലൂടെ ഒരു വികസനം, ആ BJPയിലുള്ള വിശ്വാസ്യത, ഇതെല്ലാം ആളുകൾക്ക് കൂടി തുടങ്ങി മാധു. ഇന്ന് BJPയുടെ 2 മുനിസിപ്പാലിറ്റികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം പാലക്കാടും പന്തളവും. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണം അടക്കം. ഞാൻ പറയാലോ, ഈ പാലക്കാട് ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ പദ്ധതിക്കാണ് ഇപ്പൊ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ BJP പ്രതിനിധി പറഞ്ഞ വാചകത്തോട് ഞാൻ യോജിക്കുക. ഒറ്റ വാചകം, ആളുകൾ മാറി തുടങ്ങി, വികസനം എന്തെന്ന് നാട് അറിഞ്ഞു തുടങ്ങി. 100% അതിനെ പിന്താങ്ങുക. അതായത് ഒരു സംരംഭക വർഷം പ്രഖ്യാപിച്ചിട്ട് 3 വർഷം കൊണ്ട് കൃത്യമായി 3,53,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ നടപ്പായി. അതായത് ഒരു വർഷം 1,17,000 സംരംഭം, ഒരു മാസം 9,806 സംരംഭം, ഒരു ദിവസം 322 സംരംഭം, ഒരു മണിക്കൂറിൽ 14 സംരംഭം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളം മാറി തുടങ്ങി. ഒരു വർഷം കിഫ്ബി മുഖേന 10,000 കോടി രൂപയുടെ മൊത്തം 5 വർഷം കൊണ്ട് 90,000 കോടി കഴിഞ്ഞു. അതുകൊണ്ട് ആ വാചകത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കേന്ദ്ര ഫണ്ട് സംഭവിച്ചു എന്താ? 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 26 രൂപ നികുതിയായിട്ട് തിരിച്ചു തരും സംസ്ഥാന ഫണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും 100 രൂപ പിരിച്ചുകൊണ്ടുപോയാൽ 15 രൂപ കൂടെ എക്സ്ട്രാ ഇട്ട് 115 രൂപ തിരിച്ചു കൊടുക്കും. ആ 26 രൂപയെന്നായി കണക്ക് പറയണേ.